ഈ കല്യാണം നടത്തിപ്പില് ചില പാളിച്ചകളൊക്കെ ഉണ്ടായി പോയെങ്കിലും അതൊന്നും അനുരാധ മനസ്സിൽ വെക്കരുത്. ഏയ്, അങ്ങോട്ടൊന്ന് നോക്കിയേ. ഇന്നലെ വരെ കീരും പാമ്പുമായിരുന്ന 2 പേരാ. ബന്ധുക്കളായതോടെ എല്ലാ വഴക്കും മറന്ന് അവരങ്ങ് ഒന്നായി. പിന്നെ എനിക്ക് ഇന്ദിരയോടൊരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട്. ഏറ്റവും ഇളയതായതിന്റെ പേരിൽ സാനിയെ ഞങ്ങള് ഒരുപാട് കൊഞ്ചിച്ച് ലാളിച്ചോ വളർത്തിയത്. അതിന്റെ ചില പ്രശ്നങ്ങള് അവളുടെ സ്വഭാവത്തിൽ വന്നുപോയിട്ടുണ്ട്. വാശി ഇത്തിരി കൂടുതലാ. നിസ്സാര കാര്യങ്ങൾ മതി അവൾക്ക് ദേഷ്യം വരാൻ. അതൊക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതൊക്കെ എന്തിനാ ഇപ്പൊ പറയണേ? അല്ല, അത് പിന്നെ ഇനി അങ്ങോട്ട് അവള് നിങ്ങളുടെ വീട്ടിൽ കഴിയേണ്ട കുട്ടിയല്ലേ. അവളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതൊക്കെ നിങ്ങളൊക്കെ ചേർന്ന് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോണം. ഇന്നരയ്ക്ക് അറിയാലോ, പുതിയ തലമുറയിലെ കുട്ടികളാ. അവര് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറല്ല. നമ്മൾ വേണം അവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. സാനി എനിക്ക് മരുമോളല്ല, എന്റെ മോള് തന്നെയാ. അവളെ ഞാൻ അങ്ങനെ നോക്കിക്കോളാം. പിന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്നും അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവളുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞു തന്നെ ഞങ്ങൾ പെരുമാറിക്കോളാം. പോരെ? പിന്നെ എനിക്ക് നിങ്ങളോടും ഒരു അപേക്ഷയുണ്ട്. സുമിയായിരുന്നു ഞങ്ങളുടെ വീടിന്റെ നെടുന്തൂണ്. ഞങ്ങളുടേതുപോലുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുപോയത് അവൾ ഒറ്റൊരാളാ. ഒരു മകളുടെ ഉത്തരവാദിത്തങ്ങളല്ല അവൾ നിറവേറ്റിയത്. ഒരു മകൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നും എപ്പോഴും സ്വന്തം കാര്യങ്ങൾ സ്വയം തീരുമാനമെടുത്ത അവൾക്ക് ശീലം. സ്വന്തം അഭിപ്രായങ്ങൾ അനുസരിച്ചേ അവൾ എന്തു ചെയ്തിട്ടുള്ളൂ. നശിച്ച ഫേസ് പാക്ക് എനിക്ക് എപ്പോഴാണോ വാങ്ങാൻ തോന്നിയത്? അതിന്റെ എക്സ്പയറി ഡേറ്റ് പോലും നോക്കാതെ വാങ്ങിയ ഞാൻ എന്തൊരു മണ്ടിയാ. പോട്ടെ, വില കൂടിയതുകൊണ്ട് മാത്രം ഒരു പ്രോഡക്റ്റ് നന്നാവണമെന്നില്ലാന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ഇനി ഈ കാര്യത്തെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. എല്ലാം വേഗം ശരിയാവുന്ന ഡോക്ടർ പറഞ്ഞല്ലോ. ടാബ്ലറ്റും കഴിച്ച് ശരിക്കും ഒന്ന് റെസ്റ്റ് എടുക്ക. ഒക്കെ മാറൂന്നേ. ഇപ്പൊ തന്നെ നല്ല മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സത്യാണോ? എല്ലാവരോടും വഴക്കുണ്ടാക്കി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നത് വെറുതെ ആയി പോയല്ലോ ശ്രീ. ഗിരിയേട്ടന്റെ കല്യാണത്തിൽ പങ്കെടുത്തിട്ട് വന്നാ മതിയായിരുന്നു. ഇനി അതോർത്ത് നീ വിഷമിക്കണ്ട. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. പോട്ടെ, മരുന്ന് കഴിച്ചിട്ട് നീ വിശ്രമിക്കാൻ നോക്ക്. കരയുന്ന അമ്മയെ കാണാൻ ഒരു ഭംഗി. ശരിക്കും ഒരു 10 വയസ്സ് കൂടിയ പോലുണ്ട്. അമ്മേ, ഞാനൊരു കാര്യം പറയാമേ. ഇനി അമ്മ ഇങ്ങനെ കരഞ്ഞാലേ സത്യമായിട്ടും അമ്മയുടെ മുഖത്ത് ചുളുകയും. ഇനി മുതൽ അച്ഛന്റെ കാര്യങ്ങളിൽ അമ്മ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. അന്തു, ഞാനില്ലാത്തിന്റെ ഒരു കുറവും നമ്മുടെ വീട്ടിലുണ്ടാവരുത്. ആ കുറവൊക്കെ നീ വേണം നിൽക്കത്തെ.
ഇടയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ മോൾ അടുക്കള കയറി അമ്മയെ സഹായിക്കണം കേട്ടോ. പിന്നെ നമുക്ക് എന്ത് അത്യാവശ്യം വന്നാലും ഈ ചേച്ചിയെ വിളിക്കാൻ മറക്കരുത്. പിങ്ക് ബ്രേസ്ലെറ്റോ ബ്രാൻഡഡ് കോസ്മെറ്റിക്സോ എന്ത് വേണമെന്നുണ്ടെങ്കിലും മോള് ചേച്ചിയോട് പറഞ്ഞാൽ മതി. എന്റെ കല്യാണേ ഇത്രയും നന്നാവാൻ കാരണം അമ്മമ്മ വന്നുകൊണ്ട് മാത്ര. ഇനി നന്ദുന്റെ കല്യാണോ അമ്മമ്മ ഇതുപോലെ വന്ന് നടത്തി തരണം. പാവം ശ്രീനിഷ്, അവനിനെ അനുഭവിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷത്തിന് വേറൊരു കാര്യം കൂടിയുണ്ട്. മനസ്സിലായി. ഗിരിയുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് കെട്ടാൻ പറ്റിയ ദാരിദ്ര്യം പിടിച്ചൊരു പശുവിനെ കിട്ടി, അതല്ലേ? അതെ, ഗിരിയുടെ ഭാര്യയായി വേലക്കാരിയെ പോലൊരു പെണ്ണ് വീട്ടിൽ വന്ന് കയറിയതാ എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്. നടക്കൊന്നൊട്ടും പ്രതീക്ഷിക്കാത്ത രണ്ട് കാര്യങ്ങളാ ഇന്ന് നടന്നത്. ഇതോടെ സനുവിന്റെ ലൈഫും സേഫായി, ഗിരിയുടെ ജീവിതം നമ്മുടെ കയ്യിലുമായി. പക്ഷെ ബന്ധുക്കളായി പോയ സ്ഥിതിക്ക് അവരുടെ കുടുംബവുമായി ഇനിയും കാണേണ്ടിയും മിണ്ടേണ്ടിയും വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് ദേഷ്യം വരുന്നത്. പക്ഷെ അങ്ങനെ കാണേണ്ടിയും മിണ്ടേണ്ടിയും വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്കൊരു സന്തോഷം. നോക്കി നിൽക്കാതെ വന്ന് ഹെൽപ്പ് ചെയ്യക്കൂ. എടി, നീ എന്ത് പണി കാണിക്കുന്ന മോളെ? ഗിരിക്ക് പൂക്കളെന്ന് കേട്ടാലേ അലർജി ആണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? അതെ, എന്ത് അലർജിയാണെന്ന് പറഞ്ഞാലും ശരി, ഇന്നത്തെ ദിവസം അവൻ ഇത് സഹിച്ചേ പറ്റുള്ളൂ. ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് റൊമാൻസ് എന്റെ പൊന്നെ. എന്റെ സ്നേഹമോളെ, ഇത് കണ്ടാണ്ടല്ലോ ഗിരി ചീത്ത വിളിക്കുന്നതിന് ഒരു സംശയവും വേണ്ട. സിനിമയിലെ വല്ല പാട്ട് സീൻ ഇരിക്കുന്ന പോലെ നാവും പറയും. അതെ, നീയേ ഈ വിഷയത്തില് ഗിരി എന്ത് പറഞ്ഞാലും അത് നമ്മൾ കാര്യമാക്കുന്നില്ല. ആ, നീ മെഴുകുതിരി ഒന്ന് കത്തിച്ചേ. എന്നിട്ട് ഈ പൂക്കളൊക്കെ എടുത്തിട്ട് ഈ കട്ടിലേക്ക് വിതറ്. ഇതാ, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയും. എന്താ? നമ്മുടെ കല്യാണത്തിന് മുമ്പേ ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലില് ഹൗസ് കീപ്പിംഗിലായിരുന്നു നിന്റെ ജോലി? ദേ അക്കു, എന്റെ കയ്യിൽ നിന്ന് മേടിക്കൂട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ട് അത് പറ. ഇപ്പോ പെർഫെക്റ്റ്, അടിപൊളി. എന്നാ നമുക്കിനി റിസപ്ഷനിൽ പോയി വെയിറ്റ് ചെയ്യാം, നവദമ്പതിമാരെ സ്വീകരിക്കാം. യെസ്. ഓ, ഞാൻ ഇത്തിരി നേരം നടുന്ന് ഉറക്കട്ടെ. എപ്പ ഇറങ്ങിയതാ. എന്താ ക്ഷീണം, നല്ല തലവേദന, ഒന്ന് കിടക്കട്ടെ. സ്ട്രോങ് ആയിട്ടൊരു ചായ കുടിച്ചാ എല്ലാം ശരിയാവും. നിങ്ങൾ എല്ലാരും പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചായ എടുക്കാം. അമ്മ റെസ്റ്റ് എടുത്തോ, ചായ ഞാനുണ്ടായിക്കോളാം.
ഈ ഗ്രഹത്തിന്റെ കൂടെയുള്ളത് എന്റെ അമ്മയുടെ കരുതലും പ്രാർത്ഥനയൊക്കെ. കാര്യം അങ്ങനെയല്ലല്ലോ. ഈ ഒരു രാത്രി ഒന്ന് സഹിച്ചാ പോരെ. അത് കഴിഞ്ഞാ നാളെ രാവിലെ ഗൃഹപ്രവേശം കഴിഞ്ഞ് വീട്ടിൽ കയറാലോ. വീട്ടിലെത്തി ഒരുമിച്ചൊരു മുറിയില് പുതിയൊരു ജീവിതം എന്നൊക്കെ പറയുമ്പോ എന്റെ സ്വഭാവത്തിലെ ചില രീതികളൊക്കെ സുമതിക്ക് അറിയാവുന്നതല്ലേ? ഈ വൃത്തി പ്രശ്നം അതല്ലേ ഉദ്ദേശിച്ചേ? അതൊരു പ്രശ്നമാണ്. അത് കൂടാതെ എനിക്ക് എന്റെ മുറി എപ്പോഴും അടുക്കും ചിട്ടയിലും ഇരിക്കണം. മുറിയിൽ എല്ലാ സാധനങ്ങളും അതിൻ്റെതായ സ്ഥാനത്തിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അറിയാം. മിക്കവാറും ഇനി മുതലേ ഗിരിധരന്റെ ഏറ്റവും വലിയ ശത്രു ആവാൻ പോകുന്നത് ഞാനായിരിക്കും. ഞാനങ്ങനെ എല്ലാം കൃത്യമായിട്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളൊന്നും അല്ല. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പൊതുവെ എന്റെ രീതിയെ കുറിച്ച് പറഞ്ഞതാ. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം. ഞാൻ കാരണം ഗിരിധരൻ ഇത്രയും നാളും പിന്തുടർന്ന് വന്ന ജീവിത രീതികളൊന്നും മാറ്റേണ്ടി വരില്ല. നീ എന്റെ മരുന്നുകളൊക്കെ എവിടെയാ ചെയ്യുന്നത്? ഇതേ എപ്പോഴും നിനക്ക് ആവശ്യമുള്ള അലർജിയുടെ മരുന്ന്. അപ്പൊ ബാക്കി മരുന്നൊക്കെ എവിടെ? പേടിക്കണ്ട, എല്ലാം ഞാൻ മുറി കൊണ്ട് ഭദ്രമായി വെച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും ഈ സ്വഭാവമൊക്കെ ഒന്ന് നിർത്തുകിരി. പോകുന്നിടത്തൊക്കെ ഇങ്ങനെ മരുന്നും കൊണ്ട് പോവല്ലേ. ഇനി ഇവന്റെ എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് സുമിയുടെ ഉത്തരവാദിത്തം. തൊട്ടതിനും പിടിച്ചതിനൊക്കെ മരുന്ന് കഴിക്കുന്ന ഇവന്റെ ഈ സ്വഭാവമാണ് ആദ്യം നിർത്തേണ്ടത്. സ്നേഹ പറഞ്ഞതേ 100% കറക്റ്റാ. ചോറുണ്ടെന്ന പോലെ ഇവൻ ഗുളി കഴിക്കുന്നത്. ഈ ഏർപ്പാടേ സുമിത വിചാരിച്ചാലേ നിർത്താൻ പറ്റൂ. മതി നിന്റെ ഉപദേശം. ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു. അതൊക്കെ പോട്ടെ. ഏതാ റൂം? കീ എവിടെ? മുറിയുടെ കാര്യം പറഞ്ഞപ്പോഴേ അതിന്റെ ഫുൾ ക്രെഡിറ്റ് മൊത്തം നമ്മുടെ സ്നേഹിക്ക് വേണം കൊടുക്കാൻ. അകത്തോട്ട് കയറി നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് ഗംഭീരായിട്ടാ ഇവളാ മുറി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, അതിന് അക്കു എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനെന്ത് സഹായിച്ചു? ഒരു മിനിറ്റ്. മുറിയിൽ നിങ്ങൾ എന്ത് ചെയ്തെന്നാ ഈ പറയുന്നേ? നീ ആ റൂമിന്റെ കീ ഇങ്ങന്നേ, ഞാൻ പോയി നോക്കട്ടെ. ഏയ് അതൊന്നും വേണ്ട. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് പോണ്ട. ഇന്നത്തെ ദിവസം നിങ്ങളെ ആ മുറി വരെ കൊണ്ടുപോയി അതിനകത്ത് കയറ്റി വിടേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കും കൂടിയുള്ളതാ. ഇവര് രണ്ടുപേരും കൂടി എന്തോ പണിയൊപ്പിച്ചിട്ടുണ്ട്, അതുറപ്പാ. എന്താ രണ്ടുപേരും വന്നേ? വാ. അപ്പൊ സുമിക്ക് രാത്രി കഴിക്കാൻ നമുക്ക് വേറെന്തെങ്കിലും ഓർഡർ ചെയ്യാം. വേണമെന്നില്ല. ഞാൻ സാധാരണ രാത്രിയിൽ അധികമൊന്നും കഴിക്കാറില്ല. രാവിലെ ഉച്ചയ്ക്ക് നന്നായിട്ട് കഴിക്കും. രാത്രിയിൽ ഒരു ഗ്രീൻ സാലഡാ പതിവ്. പുല്ലും വൈക്കോലും അല്ലേ? പുല്ലും വൈക്കോലൊന്നും അല്ല, ഗ്രീൻ സാലഡ്. അതെ, അതിനെയാണ് നമ്മൾ പച്ച മലയാളത്തിൽ പുല്ലും വൈക്കോലും എന്ന് പറയുന്നത്. അതൊക്കെ കഴിച്ച വിശപ്പ് മാറുമോ? രാത്രി എന്തെങ്കിലും കാര്യമായിട്ട് കഴിച്ചെങ്കിലല്ലേ നമുക്ക് തൃപ്തിയായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റൂ. ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിലേ ആ ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കാം. കഴിക്കുന്നോ? ഏയ്, ആപ്പിളും ഞാനും തമ്മിൽ തീരെ ശരിയാവില്ല. സുമിത കഴിച്ചോ, ഞാനേ ഈ കേക്ക് കൊണ്ട് തൃപ്തിപ്പെട്ടോളാം. ഒരാൾക്ക് ജീവിക്കാൻ ഇത്രയൊക്കെ കഴിച്ചാൽ മതിയോ? മതി. എനിക്ക് വലിയ വിശപ്പൊന്നും തോന്നില്ല. എന്റെ വിശപ്പ് ഇപ്പോഴാ ഒന്ന് ചെറുതായിട്ട് അടങ്ങിയത്.
ഉറക്കം വരുന്നുണ്ടെങ്കിൽ കിടന്നു. ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടേ കിടക്കുന്നു. അല്ല, എന്തായി വായിക്കുന്നേ? ഒരു നോവലാ. സുമി ഒരുപാട് വായിക്കുമല്ലേ? എനിക്ക് തീരെ ഇല്ലാത്ത ശീലമായത്. എന്റെ അച്ഛൻ പഠിപ്പിച്ച ശീലങ്ങളാ. ഇതൊക്കെയുള്ളൂ ഈ ജീവിതത്തിൽ കൈമുതലായിട്ട്. ഞാനൊരു കാര്യം ചോദിച്ചാലേ സുമി അതിന് വ്യക്തമായ ഒരു മറുപടി പറയാമോ? എന്തിനെങ്ങനെ വളച്ചു കിട്ടുന്നേ? ഗിരിധരൻ എന്ത് വേണമെങ്കിലും എന്റെ അടുത്ത് ചോദിക്കാലോ. അതെ, വേറൊന്നുമല്ല. ഇപ്പൊ നമ്മൾ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു. പക്ഷേ വിവാഹിതരായ ദമ്പതിമാരെ പോലെയാണോ? അല്ലല്ലോ നമ്മളിപ്പോ പെരുമാറുന്നത്. അത്യാവശ്യം പരിചയമുള്ള രണ്ടാളുകൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയാണ് നമ്മൾ രണ്ടുപേരും ഇപ്പോഴും പെരുമാറുന്നത്, അല്ലേ? എന്റെ അറിവില് ഒരു ദാമ്പത്യ ജീവിതം വിജയിക്കണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ 3 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന് പ്രണയം, മറ്റൊന്ന് പരസ്പര വിശ്വാസം, മൂന്നാമത്തേത് അഭിപ്രായ ഐക്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് 3 ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പരസ്പര വിശ്വാസം എന്നൊക്കെ പറയുന്നതേ ഇനി ഉണ്ടായി വരേണ്ടതല്ലേ? ഓക്കെ, സമ്മതിച്ചു. അപ്പൊ മറ്റു 2 കാര്യങ്ങളോ? അഭിപ്രായ ഐക്യം. അത് നമുക്കിടയിലില്ലെന്ന് തീർത്തു തന്നെ പറയാം. പിന്നെ ബാക്കിയുള്ളത് പ്രണയമാണ്. അത് നമ്മുടെ ഈ പ്രായത്തില് ഇനി ഒരിക്കലും സംഭവിക്കാനും പോകുന്നില്ല. അങ്ങനെയാണെങ്കിലേ നമ്മുടെ വിവാഹ ജീവിതം മെച്ചപ്പെടുത്താൻ എന്ത് വേണമെന്നാ ഗിരിധർ പറയുന്നത്? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? ഈ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ഡോക്ടറേറ്റ് എടുത്ത ആളൊന്നും അല്ല ഞാൻ. സോറി, ക്ഷമിക്കണേ. കുറച്ചു നേരമായിട്ട് ഗിരിധരൻ നടത്തുന്ന ക്ലാസ് കേട്ടപ്പോ ശരിക്കും ഗിരിധരൻ ഈ വിഷയത്തിൽ എന്തോ ഡോക്ടറേറ്റ് എന്ന് എനിക്ക് തോന്നിയേ. ഇതൊക്കെ ഇയാളോട് പറയാമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. പോട്ടെ, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. അതെ, സുമിതി ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന നോവലിന്റെ കഥ എന്താന്ന് പറഞ്ഞേ? അതിന് ഞാനിപ്പോ വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. മുഴുവൻ തീർത്തിട്ട് കഥ പറഞ്ഞുതരാം. എന്നാലേ കുറച്ചു നേരം നമുക്കൊന്ന് TV കണ്ടാലോ? അതാ നല്ലത്. ദൈവമേ, മണി 7 ഇത്ര വൈകിട്ടാണോ പാലോട്ട് വരുന്നേ? അതിരാവിലെ വന്ന് ചേച്ചി ശല്യം ചേരുന്ന പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സുമതേച്ചി. പിന്നെ ആ പാൽക്കാരൻ ചെക്കന്റെ അടുത്ത് രാവിലെ 7 മണിക്ക് മുമ്പ് വന്ന് എന്റെ അമ്മേനെ ശല്യം ചെയ്യുന്ന പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഒരു മിനിറ്റ്, കഴിഞ്ഞ മാസത്തെ പാലിന്റെ കണക്കാ. എന്റെ ദൈവമേ, 2500 രൂപയോ? നീ ഇതിൽ ചേർക്കുന്ന വെള്ളത്തിന് വില കൂട്ടിയോ? എന്റെ പൊന്നു ചേച്ചി, കഴിഞ്ഞ മാസം മുതൽ സാറിന്റെ കല്യാണം കഴിയുന്നവരെ ദിവസം 2 ലിറ്റർ പാൽ അധികം വേണം ചേച്ചി പറഞ്ഞുകൊണ്ടാ. ശരി ശരി, നീ ഇപ്പൊ ചെല്ല്. തിങ്കളാഴ്ച വരുമ്പോ ഞാൻ കാശ് എടുത്ത് വെച്ചേക്കാം. ചേച്ചി പിന്നെ ഇനി എന്നാ സുമതേച്ചി ഇങ്ങോട്ട് വരുവാ? സുമതേച്ചി വിളിക്കുമ്പോ എന്റെ അന്വേഷണം പറഞ്ഞേക്കുക. എന്റെ എല്ലാവിധ വിവാഹാശംസകളും ചേച്ചി വിളിക്കുമ്പോൾ പറഞ്ഞേക്കണേ. ശരി ചേച്ചി. അയ്യോ, മണി 8 സുമിത, സുമിത, സുമിത എഴുന്നേൽക്ക്, നേരം പോയി. ഒന്ന് ശല്യം ചെയ്യാൻ പോകുന്നുണ്ട് നന്ദു. ഞാൻ ഇതിലൂടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ.
സുമിത, ഇത് ഞാനാ ഗിരി. എഴുന്നേക്ക്. ഹലോ. നേരം വെളുത്തു. മണി 8 മണി 8 എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നേരം വെളുത്തു. ഇന്നലെ രാത്രി നമ്മൾ രണ്ടുപേരും ഇവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഇപ്പൊ 8 മണിയായി. 10 മണിക്ക് ഗൃഹപ്രവേശനത്തിന് വീട്ടിലെത്തേണ്ടതല്ലേ? 8 മണിയായോ? എന്റെ ദൈവമേ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. സമാധാനത്തോടെ എഴുന്നേറ്റ് റെഡിയായാ മതി. സമയമുണ്ട്. സാധാരണ ലേറ്റ് ആയിട്ടാണോ ഇയാൾ എഴുന്നേക്കാറ്? എന്നിട്ട് അവരെ വളരെ നേരത്തെ എഴുന്നേക്കുന്ന ആളാ ഞാൻ. പക്ഷെ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ കൂടെ പറ്റിയില്ലല്ലോ. കണ്ണടച്ച് തന്നെ സമയം 6 മണി കഴിഞ്ഞപ്പോഴാ. അയ്യോ, അതെന്താ അങ്ങനെ? അതെ, എന്നിൽ നിന്ന് അവരത് പ്രതീക്ഷിക്കും ശ്രീ. എവിടെങ്കിലും ഒരു യാത്ര പോകുമ്പോ സ്വന്തമായിട്ട് ഒരു പെട്ടി പോലും പാക്ക് ചെയ്യാൻ അറിയാത്ത ആളാ ഈ വാചകം അടിക്കുന്നത്. എനിക്കൊന്നും ശീലമില്ല ശ്രീ. വീട്ടിലാണെങ്കിൽ അതെല്ലാം സെർവൻസ് ചെയ്യും, അല്ലെങ്കിൽ ബോബി എന്നെ ഹെൽപ്പ് ചെയ്യും. എനിക്കൊന്നും അറിയേണ്ട കാര്യം വന്നിട്ടില്ല. ഇതൊക്കെ നീ എന്നാ ഇനി സനു പഠിക്കുക? പഠിക്കണ്ടല്ലോ. എനിക്ക് എന്നെ നന്നായി നോക്കുന്ന സ്നേഹമുള്ള ഭർത്താവുണ്ട്. എനിക്ക് വേണ്ടി എല്ലാവരും ചെയ്യും. ഓ, how sweet. അയ്യോ, വർത്താനം പറഞ്ഞിരുന്ന നേരം പോയത് അറിഞ്ഞില്ല. ഇങ്ങനെ ഇരുന്ന നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് മിസ്സാവും. എനിക്ക് നിന്നെ ഒട്ടും മനസ്സിലാവുന്നില്ല സനു. ഇങ്ങോട്ട് വരാൻ ഏറ്റവും തിരക്കൂട്ടിയ ആളാ നീ. ഇപ്പൊ തിരിച്ചു പോവാനും നിനക്ക് തന്നെയാ ധൃതി. അന്ന് നമ്മുടെ ഗൃഹപ്രവേശന ചടങ്ങ് നടക്കാതെ പോയതിന്റെ പേരില് ശ്രീയുടെ വീട്ടുകാർക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ വന്നിട്ടുണ്ടായ അനുഭവമൊക്കെ വെച്ച് നോക്കുമ്പോ ഹണിമൂൺ ട്രിപ്പിന് പോരാനുള്ള എന്റെ തീരുമാനം തെറ്റാന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. അതൊക്കെ പോട്ടെ, എപ്പോഴെങ്കിലും നിനക്ക് ബോധം ഉണ്ടായല്ലോ, അത് തന്നെ ധാരാളം. ഇനിയെങ്കിലും വേഗം തിരിച്ചു ചെന്ന് നമുക്ക് ചടങ്ങൊക്കെ നടത്തണം. എന്തായാലും നമ്മൾ തിരിച്ചു വരുന്നു അറിയുമ്പോ സുമി ചേച്ചിക്കും ഗിരിയേട്ടനും നല്ല സന്തോഷാവും. അതെ, നിന്റെ ഈ തീരുമാനം നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കും. ഗൃഹപ്രവേശത്തിന് വേണ്ടി ഹണിമൂൺ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് നീ വരുന്നു എന്ന് അറിയുമ്പോ തന്നെ നമ്മുടെ ബന്ധുക്കളുടെ ആരുടെയെങ്കിലും മനസ്സിലെ നിന്നോട് എന്തെങ്കിലും ഒരു കരട് ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുകയും ചെയ്യും. താങ്ക് യു സോ മച്ച് സനു, ഇങ്ങനൊരു നല്ല തീരുമാനം എടുത്തേന്. മിസ്റ്റർ ഗിരിധർ നമ്പ്യാർ ഏത് റൂമില്? ജസ്റ്റ് എ മിനിറ്റ് മാഡം. ഓഡിറ്റോറിയത്തിൽ നിന്ന് ഞങ്ങൾ പൂട്ടിയിട്ടടത്തുനിന്ന് നീ സമർത്ഥമായി രക്ഷപ്പെട്ടപ്പോഴേ എനിക്കറിയാം ഗിരിയെ തേടി നീ ഇവിടെ വരുമെന്ന്. നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ വരുന്നേ? എനിക്ക് എന്റേതായ പേഴ്സണൽ ലൈഫുണ്ട്, അതിലിടപെടാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ആയിക്കോട്ടെ, പക്ഷെ നിന്നെ പോലൊരു ശത്രുവിനെ
അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ ഞങ്ങൾക്ക് പറ്റുമോ മോളെ? വലിയ കൊമ്പത്തെ വക്കീലിനെ കൊണ്ടുവന്ന് ഇവളെടുത്ത മുൻകൂർ ജാമ്യം ഉണ്ടല്ലോ, അതിലെ രണ്ടാമത്തെ ജാമ്യ വ്യവസ്ഥ എന്താണെന്ന് സാറിന് അറിയാലോ. എതിർ കക്ഷിയായ ഗിരിധർ നമ്പ്യാരെ ഈ ജാമ്യ കാലഘട്ടത്തിൽ ഒരു കാരണവശാലും പരാതിക്കാരിയായ ഇവൾ കാണരുത്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഇവളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് കോടതി അലക്ഷ്യമാണ്. എന്തായാലും ശരി, ഇവളിപ്പൊ ചെയ്തിരിക്കുന്നത് പ്രത്യക്ഷമായ നിയമലംഘനമാണെന്ന് സാറിന് ബോധ്യമായല്ലോ. പിന്നെ എന്തിനാ സാറേ നോക്കി നിൽക്കുന്നത്? അവളെ പൊക്കിയെടുത്ത് ജീപ്പിലിട്ടോണ്ട് പോ. വരാനല്ലേ പറഞ്ഞ ഇത് നോക്കി, ഈ ഹോട്ടലുകാരെ നമുക്ക് വേണ്ടി വെഡിങ് സർപ്രൈസ് ആയിട്ട് തന്നതാണ്. നല്ല ഭംഗിയില്ലേ? എന്തായി കാണിക്കുന്നേ? എനിക്ക് ഈ പൂക്കൾ അലർജിയാണ്. സോറി 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 സോറി, ഞാൻ ഓർത്തില്ല. പെട്ടെന്നൊരു സന്തോഷത്തിന് കാണിക്കാൻ കൊണ്ടുവന്നതാ. ഐ എം റിയലി സോറി. ഇനിയിപ്പോ സോറി പറഞ്ഞോണ്ടിരിക്കാതെ മരുന്നെടുത്തോണ്ട് വാ. മരുന്ന് എവിടെ ഇരിക്കുന്നേ? അലമാരയിലെ ബാഗിനകത്ത്. ഇതിൽ ഏത് ബാഗിലിരിക്കുന്നേ? ആ വലിയ ബാഗില്. ഇതിൽ ഏത് മരുന്ന് എടുക്കേണ്ടത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിൽ ഏത് ബോട്ടിൽ എടുക്കേണ്ടത്? നീല അടപ്പ്. നീല പെട്ടെന്ന് കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഞാൻ തുമ്മി മരിക്കും. അതെ, ഒരു മിനിറ്റ്, എല്ലാവരും ഒന്നും മിണ്ടാതിരുന്ന്. ശ്രീയേട്ടനെ വിളിക്കുന്നത്. ഹലോ ശ്രീയേട്ടാ. നന്ദു, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ ഏട്ടാ? ഞാനും സനവും തിരിച്ചു വരുവാ. സത്യായിട്ടും? അപ്പൊ നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പോ? അതൊക്കെ ക്യാൻസൽ ചെയ്തു. ഗൃഹപ്രവേശ സമയത്ത് നടക്കാത്തതില് സനുവിന് വലിയ വിഷമം. അങ്ങനെ അവള് തന്നെ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചത്. ഗ്രേറ്റ്, നന്നായി ഏട്ടാ. നിങ്ങൾ എത്രയും പെട്ടെന്ന് വാ. ഞങ്ങളൊന്ന് റെഡി ആവട്ടെ, എയർപോർട്ടിൽ എത്തിയിട്ട് വിളിക്കാം. ഓക്കെ ഏട്ടാ, ശരി. ഓക്കെ. ശ്രീയേട്ടനും സാനിയയും ഇന്ന് തന്നെ തിരിച്ചു വരുന്നു. ഗൃഹപ്രവേശന ചടങ്ങിന് റെഡി ആയിക്കോളാൻ പറഞ്ഞു. ഇപ്പൊ അമ്മമ്മ എന്തു പറയുന്നു? മരുമകളെ കുറിച്ച് അമ്മമ്മയ്ക്കുള്ള പരാതിയൊക്കെ മാറിയോ? പരാതി മാറിയെന്ന് മാത്രമല്ല, എനിക്ക് ഒത്തിരി സന്തോഷാവുകയും ചെയ്തു. കല്യാണം കഴിഞ്ഞ് നമ്മുടെ ബന്ധുക്കളെല്ലാം മടങ്ങി പോകുന്നതിന് മുമ്പ് നമുക്ക് ഗൃഹപ്രവേശന ചടങ്ങ്. നിങ്ങൾ രണ്ടുപേരും ഇതിനകത്തോട്ട് കയറാനേ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അനുരാധേ, എന്റെ തക്കുടു മോനും എന്റെ മോളും എത്തി. നിനക്ക് എന്നും സമയമായില്ല ഇങ്ങോട്ട് വരാൻ. അച്ഛമ്മ ഇങ്ങനെ ബഹളം വെക്കാതെ. 2 കല്യാണം നടത്തി എന്റെ ക്ഷീണത്തിലായിരിക്കും അവരൊക്കെ. പതുക്കെ വരട്ടേന്നേ. എടാ, ഇത്രയും പ്രായമായി ഞാനിവിടെ കല്ലുപോലെ നിൽക്കുമ്പോ അവൾക്ക് എന്തോന്ന് ക്ഷീണം. ഇതിനൊക്കെ എങ്ങനെ മര്യാദ പഠിപ്പിക്കണമെന്ന് ഈ അച്ഛമ്മക്ക് നന്നായിട്ട് അറിയാം. നീയൊക്കെ എവിടെയായിരുന്നു? മുഹൂർത്തം തീരുന്നേ മുമ്പ് ചടങ്ങുകളൊക്കെ നടത്തണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ? അതോ നിന്നെയൊക്കെ ഏർപ്പാടാക്കാൻ ഞാൻ വേറെ താലപ്പൊലി ഏർപ്പാടാക്കണായിരുന്നോ? ഇവരെ ഞാനിന്നും മോനെ.
പിടിക്കും അമ്മേ എന്റെ കാല് തൊട്ട് വന്ദിക്കാനല്ല, എന്റെ കാൽ കീഴിക്കിടന്ന് നരകിക്കാനാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. നന്നായി വരും. ഇന്നു മുതൽ ഈ വീട്ടിന്റെ ഐശ്വര്യം നീയാണ് മോളെ.